വറവോ ഹദീസിന്റെ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. അൽ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഹസൻ ബസരി തങ്ങളെ തൊട്ടാണ് നിവേദനം. അന്നഹു ഹസൻ ബസരി തങ്ങൾ റവ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹസൻ ബസരി തങ്ങൾ അന്നഹു ഖാല നിശ്ചയമാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഗ്സിറു മിൻ മഅരിഫത്തിൽ ഫുഖറായി, ഫക്കീറന്മാരെ കുറിച്ചുള്ള അറിവ്, അവരാരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അറിയണം, അത് അധികരിപ്പിക്കുക. വത്തഖിദു ഇൻദഹുമുൽ അയാദിയ, നിങ്ങൾക്കുള്ള സഹായങ്ങളും എല്ലാം കിട്ടേണ്ടത് അവിടെ അടുത്ത് വെക്കുക. അപ്പൊ നിങ്ങൾ അവരുടെ അടുത്ത് ആക്കുക അൽ അയാദിയ, കരങ്ങളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹായം ലഭിക്കണം. ആ സഹായം കിട്ടുന്ന മാർഗമൊക്കെ നിങ്ങൾ ഈ ഫുഖറാന്റെ അടുത്ത് ആക്കിക്കോളും. എന്താ കാരണം? ഫഇന്നലഹും ദൗലത്തൻ, നിശ്ചയമായിട്ടും ഈ പണ്ഡിതന്മാർക്കൊക്കെ ഫുഖറാൻ എന്തുണ്ട്? അധികാരമുണ്ട്. ആ അധികാരമുള്ള ടീമാണ് അവർ. അപ്പൊ നിങ്ങൾ ഓലെ പിടിച്ചോളി, ഓലെ പറ്റി നല്ലോണം അറിഞ്ഞോളി. ഓര് നമ്മുടെ ഇടയിൽ ഫക്കീറന്മാരായി ജീവിക്കുന്നവരാ, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതന്മാരാണ് അവർ. അപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, ഒമാ ദൗലത്തു, എന്താണ് അവർക്കുള്ള അധികാരം? അതറിയണല്ലോ, ഇത്രയും വലിയൊരു അധികാരം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ മറുപടി കൊടുക്കുന്നു, ഇദാ കാന യൗമൽ ഖിയാമ, അന്ത്യനാൾ ആയാൽ, തീരലകും, അന്ത്യനാളിൽ അവരോട് പറയപ്പെടുകയാണ്, ഉൻദുറു ഇലാ മൻ അത്അമകും, കിസ്റത്തെന്നോ കെസ്റത്തോ രണ്ടും വായിക്കാം. നിങ്ങൾ നോക്കുക, എന്ത്, നിങ്ങൾക്ക് ആരാണ് കുറച്ച് സ്വല്പം ഭക്ഷണം തന്നത്, അല്ലെങ്കിൽ ഒരു കഷ്ണം റൊട്ടി കഷ്ണം തന്നത്? അപ്പൊ നിങ്ങൾ ഭക്ഷിപ്പിച്ചത് ആരാന്ന് നോക്കാണ്. ഔ കസാക്കും സോബൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രം തന്നവർ, നിങ്ങൾക്ക് ധരിപ്പിച്ച് തന്നവർ. ഔ സഖാക്കും ശുർബത്തും വിദ്ദുനിയ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു മുറുക്ക് വെള്ളം നിങ്ങളെ കുടിപ്പിച്ചവർ. അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഭക്ഷണം വെള്ളം തന്നവർ, ഇവരെ നോക്കാണ്. ഇപ്പൊ ഹുദൂബിയജി, എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രമൊക്കെ തന്ന ആൾക്കാർ കണ്ടുപിടിച്ചിട്ട് പോലെ കൈ പിടിച്ച് കൊണ്ടുപോരും. തുമ്മ അഫീദുബിഹി, പിന്നെ നിങ്ങൾ അവരെയും കൊണ്ട് പൊയ്ക്കോളി ഇല ജന്നത്തി, സ്വർഗത്തിലേക്ക്. ഇതാണ് ഫുഖറായിനുള്ള അധികാരം വന്ന് കൊടുക്കുന്നത്. അപ്പൊ മൂലയന്മാരായി നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഫക്കീറന്മാരാവണം എന്ന് പറഞ്ഞാല് തീരെ സമ്പത്ത് വേണ്ടാവുന്നല്ല പറഞ്ഞതിനർത്ഥം. അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ഒതിച്ച് ജീവിക്കുന്നവരാവണം. ആ ഒരു നിലപാട് നമ്മൾ എത്തണം. നമുക്ക് എത്ര ഭക്ഷണം തന്നിട്ടുണ്ട്, എത്ര വർഷങ്ങളായി നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ പള്ളിയിലായി മദ്രസയിലായി ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. എത്ര ആളുകൾ നമുക്ക് വസ്ത്രം നൽകി, പണം നൽകി, ചായ വാങ്ങി തന്നു, ഇങ്ങനൊക്കെ തന്നില്ലേ. അപ്പൊ അവരെ സംരക്ഷിക്കാനുള്ള അധികാരം ഇത് കിട്ടിയ നമുക്കുണ്ട്. നമ്മൾ അങ്ങനത്തെ കൂട്ടർ ആവണം. അള്ളാഹു ആക്കി തരട്ടെ. അപ്പൊ നമുക്ക് ഭക്ഷണം നൽകിയ, വസ്ത്രം തന്ന, സഹായിച്ച ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, രക്ഷിതാക്കളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. ഇവരൊക്കെ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അധികാരം അള്ള നമുക്ക് നൽകണം. ആ ഒരു നിലപാടിൽ അള്ള നമ്മൾ എത്തിക്കട്ടെ. ഇതാണ് ഈ ഹദീസ്. ഇതാണ് ഫുഖറാനുള്ള അധികാരം അള്ള കൊടുക്കുന്നത്. ഈ അധികാരം കിട്ടണോ, നിങ്ങളെ കൊണ്ടുപോകണോ, ഫക്കീറന്മാരെ സ്നേഹിക്കണം, ഫക്കീറന്മാരെ അറിയണം, അവരടുത്ത് സഹായം തേടണം, നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്നല്ലേ ഈ ഹദീസിന്റെ ധ്വനി. വറവോ, പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു, അൽ ഹസനി, ഹസൻ ബസരി തങ്ങളെ തൊട്ട് തന്നെ ഐദൻ മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ വീണ്ടും ഈ റിവായത്തി അദ്ദേഹത്തിന്റെ അതേ റിപ്പോർട്ട് കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു അതേ പ്രകാരം. എന്തായിരുന്നു ആ റിപ്പോർട്ടിലുള്ളത്? അന്നഹു ഖാൽ, നിശ്ചയമായിട്ടും ഹബീബായ മുത്തുമുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? യുത്താ ബിൽ അബ്ദിൽ ഫഖീരി യൗമൽ ഖിയാമത്തി,
അന്ത്യദിനത്തിൽ സാധുവായ ഒരു അടിമയെ അവിടെ കൊണ്ടുവരപ്പെടും. കൊണ്ടുവന്നിട്ട് ആ സാധുവായ മനുഷ്യരിലേക്ക് അള്ളാഹു ഇതാ കാരണങ്ങൾ ബോധിപ്പിക്കുന്നു. ഏതുപോലെ ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു കാരണം ബോധിപ്പിക്കുവാൻ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ തന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് ചെന്നിട്ട് വരാൻ പറ്റാത്തയോ എത്താത്തതിന്റെയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കാരണം ബോധിപ്പിച്ച് സമാധാനപ്പെടുത്തുമല്ലോ. എന്നതുപോലെ അള്ളാഹു താല നാളെ മഹ്ശറിൽ സാധുവായി ഈ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അള്ളാഹു താല അയാളുടെ കാരണം ബോധിപ്പിക്കുകയാണ്. അതെന്തിന്? ഇയാൾക്കുള്ള സ്ഥാനവും അള്ളാഹത്ത് വലിയൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനോട് അറിയിക്കലും കൂടിയാണെന്നുള്ളത്. അള്ളാഹു താല ഔദാര്യവാനാണ്, അള്ള കൊടുക്കാൻ കഴിവുള്ളവനാണ്, എന്നിട്ട് കൊടുത്തില്ല. അത് ഈ മനുഷ്യന് വേണ്ടി അള്ളാഹു താല പാരത്രിക ലോകത്ത് നീട്ടിന് കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ച സംഗതിയുണ്ട്. അത് അയാൾ അവിടുന്ന് അറിയുള്ളൂ. അവിടുന്ന് അള്ള അറിയിക്കുന്നത് എല്ലാവർക്കും അറിയാൻ വേണ്ടി. എന്താ പറയുന്നറിയാമോ? അങ്ങനെ അള്ളാഹു തആല പറയും, എന്റെ യോഗ്യത, എന്റെ വളർമ്മ, അത് തന്നെയാണ് സത്യം. എന്ത്? നിന്നെ തൊട്ട് മനുഷ്യ ഈ പ്രപഞ്ചത്തെ ഞാൻ നീക്കി മാറ്റിയിട്ടില്ല, ഞാൻ കളഞ്ഞു പോക്കിയിട്ടില്ല. എന്ത് കാരണം കൊണ്ട്? ലിഹവാലിക അലയ്യ, നീ എന്റെ മേൽ വളരെ നിസ്സാരക്കാരനാണ്, മോശക്കാരനാണ് എന്ന കാരണം കൊണ്ട് നിന്നെ തൊട്ട് ഞാൻ എന്താക്കിയിട്ടില്ല, ദുന്യാവ് തരാതെ കളഞ്ഞു പോയിട്ടില്ല. തരാതിരുന്നതിനെന്താക്കിന്നെങ്കിലും ഔദാര്യങ്ങൾ, ബഹുമാനങ്ങൾ, അതെല്ലാം നിനക്ക് ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദുനിയാവ് നിനക്ക് നൽകാത്തത്. അതിനേക്കാൾ പവറുള്ള, അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായത് നിനക്ക് ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദുനിയാവ് നിനക്ക് തന്നില്ല. വലാക്കിന്നെങ്കിലും യാബിദി, എന്റെ അടിമേ, ഉഖ്റുജ് ഇലാ ആദിഹി സുഫൂഫ്, നീ നിൽക്കണ്ട, ഇവിടെ ഒരുപാട് അണികളുണ്ട്. മലായികത്തിന്റെയും ഭൂതലോകത്തിന്റെയും മനുഷ്യവർഗത്തിന്റെയും അണികൾ ഇവിടെ ഉണ്ട്. ഈ അണികൾക്കിടയിലൂടെ നീ പുറത്തു പോവണം. എന്നിട്ട് വൻളുർ ഇലാമൻ അത്അമക ഔ കസാക, നിനക്ക് ആരാണ് ഭക്ഷണം നൽകിയത്, നിനക്കാരാണ് വസ്ത്രം നൽകിയത്, അവിടെ അടുത്തേക്ക് പോയിട്ട് നീ നോക്കണം, നീ തിരിച്ചറിയും. അറാദ, ആ തന്ന ആൾ ഉദ്ദേശിച്ചത് ബിദാലിക, ഭക്ഷണം കൊണ്ടും വസ്ത്രം കൊണ്ടും. ആ തന്ന ആൾ കരുതിയതും ഉദ്ദേശിച്ചതും വജ്ഹി, എന്റെ ദാത്താണ്, എന്റെ വജ്ഹാണ്, എന്നെയാണ്. അപ്പൊ എന്നെ വിചാരിച്ചാണ് നിനക്ക് ഭക്ഷണം തന്നത്, എന്നെ വിചാരിച്ചുകൊണ്ടാണ് നിനക്ക് വസ്ത്രം തന്നത്. നീ മുത്തഅല്ലിമാകുമ്പോൾ, മുഅല്ലിമാകുമ്പോൾ, സാധുവാകുമ്പോൾ, എല്ലാ നിലയിലും നിനക്ക് സഹായം നൽകിയതൊക്കെ എന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അയാളെ നീ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്, പോയിക്കോ. അതിനുള്ള അധികാരം നിനക്കാണ് ഞാൻ തന്നിട്ടുള്ളത്. ഫഖുദ് ബിയദി വഹുവലക, നീ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു കൊണ്ടുവാ, അത് നിനക്കുള്ളതാണ്, പോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹുവിന്റെ അടുത്ത ആളായതുകൊണ്ടല്ലേ ഈ ആൾക്കവിടെ ഇത്തരം ആളെ സംരക്ഷിക്കാനുള്ള അധികാരമുണ്ട്. അത് വേറെ ആർക്കുമില്ല. നീ നോക്കൂ അവിടുത്തെ അവസ്ഥ. വന്നാസു, എത്തരത്തിൽ ജനങ്ങൾ, യൗമഇദിൻ, അന്ത്യനാളിൽ, അത് അൽജമുൽ അറഖു, വിയർപ്പൊലിവുകൾ, വിയർപ്പിന്റെ ഒലിവുകൾ, നീരുകൾ അവരെ ആകമാനം കടിഞ്ഞാട്ട് കുടുക്കിയിരിക്കുകയാണ്. വയതഖല്ലലു സുഹൂഫ, അത്തരം വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നതായ ആളുകൾക്കിടയിലൂടെ ആ സ്വക്കുകൾ കീറിമുറിച്ചയാൾ പോകുന്നു. എന്നിട്ട് വയന്നൂർ മമ്പായ ബീദാലിക ബിദ്ദുനിയ, ഇങ്ങനെ വസ്ത്രം നൽകിയത് ആരാണ്, വെള്ളം നൽകിയത് ആരാണ്, എന്റെ വെള്ളം നൽകിയ, എന്റെ വസ്ത്രം നൽകിയ, ഭക്ഷണം നൽകിയ ആളുണ്ട്. ആ കാക്കാനെയോ ആ താത്താനെയോ കാണും. എന്നിട്ട് വിളിച്ചിട്ട് കൊണ്ടുവരും. ദുനിയാവിൽ ഇതെല്ലാം ചെയ്ത് ആരാണ് എന്ന് അയാൾ അവരെ കൊള്ള നോക്കും, തിരിച്ചറിയും. അയാളെ കൈ പിടിച്ചിട്ട് ഈ സഹോദരൻ ഇതാ കൊണ്ടുവരുന്നു. വായുദിഖിലുൽ ജന്നത, അയാൾ ആ സാധുവായ മനുഷ്യൻ ഇത്തരം സഹായിച്ച ആളുകളെ അവിടെ സ്വർഗത്തിലേക്കും കൊണ്ടുപോകുന്നു. ഇതാണ് ഈ രണ്ട് ഹദീസിലും ഫുഖറായുള്ള അധികാരം പറഞ്ഞു തന്നത്. അതിനാണ് ഈ രണ്ട് ഹദീസോട് കൊണ്ടുവന്നത്. ഇപ്പൊ ഫുഖറാന്റെ സ്ഥാനം മനസ്സിലായില്ലേ? എത്ര ഫക്കീറന്മാർ നമുക്ക് കേൾക്കാം.
ഷെയ്ഖ് മൊഹീദ്ദീൻ തങ്ങളെ ഫക്കീർ, അതുപോലെ തന്നെ ഹാജാ മൊഹീദ്ദീൻ ഫക്കീർ, ഇങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഫക്കീറന്മാരുണ്ട്. അവർക്ക് ഇബാദത്തിലാണ്, തെറ്റുകൾ ചെയ്യാൻ പോകുന്നില്ല, എപ്പോഴും അള്ളാഹിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടത്ര പോലെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനില്ല, വസ്ത്രമെടുക്കാനില്ല, ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവിടുത്തെ മറക്കുന്നു, ഇബാദത്തിൽ പോകുന്നു. ഇതാണ് ഈ ഫക്കീറന്മാർ, അള്ളാഹ് റഹ്മത്തിലേക്ക് മോഹിച്ച ആളുകൾ. ഇവർ നാളെ അധികാരം ആഖിറത്തിലാണ്. ഇത് കാണുമ്പോഴാണ് നമ്മെ പോലുള്ള ആളുകൾ ഞെട്ടിപ്പോകുക. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ഇത്തരം ഫക്കീറന്മാരെ ബർക്കത്തുകൊണ്ട് അത്തരം ആളുകളെ സംരക്ഷിക്കുവാൻ നമുക്കും അവകാശമുണ്ട്. ആ അവകാശം അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കാം. മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, നഹ്വഹാദ ഇതുപോലത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബി അസാനീദിഹിം അവരുടെ സനദുകൾ പ്രകാരം. ആരെത്തൊട്ട്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ തൊട്ട്. നെടുവ കാല ഫീ ഹദീസിൽ പറയുന്നു, ഫൻദുർ ഇലാ മൻ അത്അമക ഔ സഖാക ഔ കസാക. ഈ ഹദീസിലും അതന്നെയാണ്. ഭക്ഷണം, വസ്ത്രം, വെള്ളം ഇത് നൽകിയവരും കുടിപ്പിച്ചവരും എടുത്തു തന്നവരുമുണ്ട്. അവരെ കൊണ്ട് ഈ പോയി നോക്കിക്കോ എന്ന് പറഞ്ഞതിന് ശേഷം തുമ്പ തക്കൽ ഹദീസ്, ഇതിന് ബാക്കിയുള്ളത് അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ മനസ്സിലായത് എന്താണ്? അള്ളാഹിന്റെ ഫക്കീറന്മാർക്ക് സ്ഥാനമല്ലേ. ഇനി നോക്കൂ, അവർ റിപ്പോർട്ട് ചെയ്യുന്നു, അന്നല്ലാഹ തആല ഔഹാ ഇലാ മൂസ, മൂസാ നബിയിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. എന്താ വഹി? യാ മൂസ, മൂസേ, ഇന്ന മിൻ ഇബാദി, നിശ്ചയമായിട്ടും എന്റെ അടികളുടെ കൂട്ടത്തിലുണ്ട്, മൻ ഒരുത്തൻ, ലൗ സഅലനി ജന്നത്ത, അദ്ദേഹം എന്നോട് സ്വർഗം ചോദിച്ചു, ബി അദാഫീരിഹ, അതിലുള്ള സർവ്വത്തിനനുസരിച്ച് മുഴുവൻ ചോദിച്ചാൽ, ലാ അഗ്തൈതു, അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വലൗ സഅലനി, അയാൾ ചോദിച്ചു, അലാഖത്ത സൗത്തി മിന ദുനിയ, ദുനിയാവിൽ നിന്ന് ഒരു ചാട്ടവാറിന്റെ ബന്ധം നിൽക്കുന്ന അത്ര തുച്ഛമെന്ന് ചോദിച്ചാൽ, ലം ഒഴുത്തിക്ക്, ഞാൻ അയാൾക്കത് കൊടുക്കൂല, ഞാൻ അയാൾക്ക് കൊടുക്കില്ല. ഒലൈസദാലിക്ക, ആ കൊടുക്കാതിരിക്കുന്നത് അല്ല, മിൻ ഹവാലി ലഹു അലയ്യ, അദ്ദേഹത്തിന് എന്റെ മേലിലായിട്ട് ഒരു നിസാരതയോ മോശക്കാരനോ ആയതുകൊണ്ടല്ല ഞാൻ കൊടുക്കാത്തത്. വലാക്കിന്നി, എങ്കിലും ഞാൻ ഉരീദു, ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അൻ അദ്ഖിറ ലഹു ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ അദ്ദേഹത്തിന് സൂക്ഷിച്ചു വെക്കൽ, ഒരു സൂക്ഷിപ്പ് സ്വത്തുണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മിൻ കറാമത്തി, എന്റെ ഔദാര്യത്തിനും എന്റെ മാന്യതയിൽപ്പെട്ടതുമാണ്, അത് ഞാൻ ചെയ്യും. അഹമീഹി, അദ്ദേഹത്തെ ഞാൻ കാക്കും, മിന ദുനിയ, ദുനിയാവിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാവൽ നൽകും. കമാ യമിറായി വനമഹു മിമ്മറാഅസ്സുവൈ, മോശമായ അപകടം പിടിച്ച ദുഷിച്ചതായിരിക്കുന്ന മേഞ്ഞു തിന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്റെ ആടുകളെ ഒരു മേക്കുകാരൻ എങ്ങനെ സംരക്ഷിക്കും, എങ്ങനെ സുരക്ഷിതയാക്കും, അതുപോലെ ഞാൻ ഈ അടിമക്ക് ദുനിയാവിൽ സുരക്ഷ നൽകും, കാവൽ നൽകും. ഇതും അല്ലാഹു തആല നൽകുന്ന ഔദാര്യം. ഇത് ചില്ലറയല്ലല്ലോ. ഇത്തരം ആളുകൾക്ക് ദുനിയാവ് കൊടുക്കാതെ അതുകൊണ്ടാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, ലികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കൾക്കുമുണ്ട് മിഫ്താഹുൽ, താക്കോലുണ്ട്. മിഫ്താഹുൽ ജന്നത്തി, സ്വർഗത്തിന്റെ ഖജനാവിന്റെ താക്കോല്, ഹുബ്ബുൽ മസാകീൻ, അതിനുള്ള മാർഗം മിസ്കീന്മാരെ സ്നേഹിക്കുക, വൽ ഫുഖറാഇ, സാധുക്കളെ സ്നേഹിക്കുക, അസ്സാദിഖൂന അസ്സാബിറൂന, ഇങ്ങനെയുള്ളവരാണ്, അങ്ങനെയുള്ള മിസ്കീന്മാരാണവർ, സാധുക്കളാണ് അസ്സാദിഖൂന, സത്യവാന്മാരാകുന്നു, ക്ഷമിക്കുന്നവരാകുന്നു അവർ. ഹും, ഈ പറഞ്ഞ സാധുക്കളും മിസ്കീന്മാരൊക്കെ, ജുലസാഉല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു തആലാന്റെ അടുത്ത്, അള്ളാഹുവിന്റെ അടുത്ത് ഇരിക്കുന്നവരാണ് അവർ. കൂടെ അള്ളാഹിന്റെ കൂടെയാകും അവർ, അത്രയും അടുപ്പത്തിലുണ്ടവർ. അങ്ങനെ ഭാഗ്യം കിട്ടിയവരാണ് മിസ്കീന്മാരും ഫക്കീറന്മാരും. ഓലാണ് സ്വർഗത്തിന്റെ താക്കോല്. അവരെ സ്നേഹിച്ചതിന് സ്വർഗം കിട്ടുന്നപ്പോ നബി പറഞ്ഞത്. അപ്പൊ അവർക്ക് സ്ഥാനം നോക്കൂ. ഈ ഹദീസിൽ അത് മനസ്സിലായെങ്കിൽ
വറവു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് നബിതങ്ങൾ തൊട്ട് റിപ്പോർട്ട് ചെയ്ത് പറയുന്നു അന്നഹാൽ നിശ്ചയമായിട്ടും നബിതങ്ങൾ പറയുന്നു നബിതങ്ങൾ ദ്വാരിക്കുകയാണ് എന്ത് അല്ലാഹുമ്മ ഇനി മിസ്കീനൻ വ അമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ മൂന്ന് സ്ഥലത്തും മിസ്കീന്മാരെ വെച്ചിട്ടാണ് നബിതങ്ങൾ ദ്വാരിക്കുന്നത് എന്നെ മിസ്കീനായി ജയിപ്പിക്കണം എന്നെ മിസ്കീനായി നീ മരിപ്പിക്കണം എന്നെ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ എന്നെ ഒരുമിച്ച് കൂട്ടുകയാണെന്നാണ് ഈ മിസ്കീൻ എന്നൊക്കെ പറഞ്ഞ സ്വത്തില്ല എന്നതല്ല അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ ചെയ്ത നമ്മൾ അള്ളാഹുവിനെ സ്വീകരിക്കണം ആരും തെറ്റുകുറ്റം ഒന്നുമില്ലാതെ അള്ളാഹുവിലേക്ക് ചെല്ലണം അതാണ് അപ്പൊ അത്രയും സാധുവായി ജീവിപ്പിക്കണമെന്നർത്ഥം അഹങ്കാരം വേണ്ട ധിക്കാരൊന്നും വേണ്ട നല്ല മനഃശുദ്ധിയോടുകൂടെ അങ്ങനെയുള്ളവരുടെ കൂടെ ആക്കണം അങ്ങനെയുള്ളവരുടെ കൂടെ ചേർക്കണം എന്നാണ് റസൂലുള്ള പറഞ്ഞത് ഒരുത്തും ഇനി റൗറയാന്റെ മുസനി പറയാം ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ ഒനാഹിക്ക നിനക്ക് മതി ബിയാദ ഷറഫ് ഇതേ ശ്രേഷ്ഠത കൊണ്ട് ഇതിൽ മസാക്കീന ഇതൊക്കെ മിസ്കീന്മാർക്ക് ശ്രേഷ്ഠത ഉള്ളതാണെന്ന് അറിയിച്ചല്ലോ ഇത് തന്നെ കൊണ്ട് ധാരാളം മതിയായില്ലേ ഒരു കാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതകളെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ എന്ത് വഹ്ശുറുൽ മസാക്കീൻ അല്ലാഹുവേ മിസ്കീന്മാരെ ഒരുമിച്ച് കൂട്ടി ഈ സുംറത്തി എന്റെ കൂട്ടത്തിൽ എന്ന് നബി പറഞ്ഞിരുന്നുവെങ്കിൽ ലകഫാഹു ഷറഫൻ സ്ഥാനത്താൽ അവർക്ക് അത് തന്നെ പോരെ നബിന്റെ കൂടെ കൂട്ടുമെന്ന എത്ര സ്ഥാനങ്ങൾക്ക് വരണം കൈഫ എങ്ങനെ വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തിൽ അള്ളാഹുവിന്റെ നബി പറഞ്ഞത് എന്താ റസൂലുള്ളാഹി പറഞ്ഞത് വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നെ നിങ്ങൾ എന്ത് വേണം പടച്ചവനെ നീ എന്നെ മസാക്കീവരുടെ കൂട്ടത്തിൽ ചേർത്ത് അപ്പൊ എന്താ ഈ സ്ഥാനം എന്ന് മനസ്സിലാക്കി നോക്കാണ് എത്ര സ്ഥാനം അതിലുണ്ട് വലിയൊരു സ്ഥാനം അവർക്കില്ലേ അൽ ഹദീസൽ മസ്കൂറ ഈ മസ്കൂറായിരിക്കുന്ന ഈ ഹദീസിനെ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നിട്ട് പറയട്ടെ എന്താണ് മസ്കൂറായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നന്നൂറ ഇദാ വഖഅ ഫിൽ ഖൽബ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആ പ്രഭ കടന്നുകൂടിയാൽ സംഭവിച്ചാൽ വൻസറഹ സദുറു നെഞ്ച് ആകെ വിശാലമായ ഹൃദയം വംബസഹ അതാകെ എന്താകും അഴുക്കുകൾ തൊട്ടൊക്കെ ശുദ്ധമായി റെഡിയായി ഇറങ്ങുന്നാൽ എന്ന് പറഞ്ഞു അപ്പൊ ഖീല റസൂലല്ലാഹ് അപ്പൊ സ്വഹാബത്തിന് സംശയം വന്നു അപ്പൊ നബിയോട് ചോദിക്കപ്പെടുകയുണ്ടായി ഹല്ലിദാലിക മിൻ അലാമത്തിൽ അങ്ങനെ അറിയാൻ വല്ല അടയാളം ഉണ്ടോ നബി എന്ന് ചോദിച്ചു ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുന നബി തങ്ങൾ പറഞ്ഞു ഉണ്ടല്ലോ അത്തജാഫി അന്താരിൽ ഉറൂർ ഈ ചതിയുടെ ലോകത്തെ തൊട്ട് അകലുക ഒന്ന് വൽ ഇനാബത്തു ഇലാദാരിൽ ഖുലൂദ് ശ്വാസത വീട്ടിലേക്ക് മടങ്ങുക രണ്ട് വൽ ഇസ്തിദാദുൽ മൗതി ഖബല നുസൂലിഹി മരണം വരുന്നതിന് മുമ്പ് തന്നെ മരണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ ഉണ്ടാവുക ഇതാണ് ആ മരണത്തിന്റെ അടയാളം ഇതുണ്ടായാൽ അയാൾ നല്ലൊരു മനുഷ്യനാണ് പ്രഭ കിട്ടി അയാൾ നല്ലോണം നെഞ്ച് വിശാലമായി അഴുക്കുകളൊക്കെ പോയി റെഡിയായിരുന്നു പോലത്തോ ഞാൻ പറയുന്നു ആര് ഇതിന്റെ മുസന്നിഫ് അപ്പോൾ ഇതനുസരിച്ച് ലായക്കൂറു ഹാദൻ നൂറിൽ മധുക്കൂറു ഈ പറയപ്പെട്ട പ്രഭ ഉണ്ടാകൂല ഇല്ലാലി കൽബി സാഹിദിൻ ദുനിയാവിൽ സാഹിദായി ജീവിച്ചവരാരുണ്ടോ അവരുടെ ഹൃദയത്തിലേക്ക് മാത്രമേ ഇതെത്തുകയുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവില്ല വല്ല ഹദീസുൽ ഹസൻ തുർമദി ഹസനായ ഹദീസ് തുർമദിയിലും അതല്ലാത്തതിലും കാണാം അൻ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അന്നഹു ഖാൽ നിശ്ചയമാട് നബി തങ്ങൾ പറഞ്ഞു എന്തേ പറഞ്ഞത് അൽ കയ്യിസ് ബുദ്ധിമാൻ ആരാ മൻ ദാ നഫ്സുഹു അവന്റെ നഫ്സിനെ അവൻ വിചാരണ നടത്തും വ അമില ലിമാ മഅൽ മൗത്ത് മരണത്തിന് ശേഷമുള്ളത് ഒരുങ്ങി പ്രവർത്തിക്കും ഇതാണ് ബുദ്ധിമാൻ വൽ ആജിസു അസക്തൻ മനിത്തബ നഫ്സ ഹവാ നഫ്സിനോട് അതിന്റെ വികാരത്തുമായി അവൻ പിന്തുടരുകയാണ് അപ്പൊ തമന്നാറല്ലാഹി ലമാനിയ എന്നിട്ട് വെറുതെ ഓരോ കാര്യം അള്ളാന്റെ മേലെ കുറ്റം വിചാരിച്ചു കൊടുത്തു തെറ്റൊക്കെ ചെയ്യുക നടക്കൂല ഇതാണിപ്പോ
ഈ ഹദീസ്. ആലമു മഅന ദാന നഫ്സു ഐ ഹാസബഹ, വിചാരണ അർത്ഥം അതിന്റെ അർത്ഥം. നമുക്ക് ഒന്നുകൂടിയും റിപ്പോർട്ട് ചെയ്ത് നിർത്താം. വറവു അൻ സയ്യിദ് ബിൻ അസ്ലമ റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട് സെയ്ദ് എന്നവർ റിപ്പോർട്ട് ചെയ്തു, മൂപ്പരെ തൊട്ട് പണ്ഡിതന്മാർക്ക് റിപ്പോർട്ട് ചെയ്തു. എന്താ നബി തങ്ങൾ പറയും? അന്നൗകാന, നബി തങ്ങൾ വിഷയം പറഞ്ഞു, ഇദാ അഖ്റജ റജുലുൻ വലിയ്യുൻ, ഒരു ധനാഢ്യനായ സമ്പത്തുള്ള ഒരാള് പുറത്തേക്ക് വിട്ടു, മിൻ അർളി മാലികി, അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വരുമാന സ്വത്തിൽ നിന്ന് അദ്ദേഹം അങ്ങ് കൊടുത്തു, മിഅത്ത അൽഫി ദിർഹമിൻ, 1,00,000 നാണയം കൊടുത്തു. അത് സദ്ദഖ ബിഹ, അങ്ങനെ ചെയ്യുന്നറിയാമോ, അതുകൊണ്ടൊക്കെ ധർമ്മം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ നബി പറഞ്ഞു. വന്നാൽ അഖ്റജ റജുലുൻ വഖീറുൻ, എന്നിട്ടോ ഒരു സാധുവായ ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. അയാൾ പുറപ്പെടുവിച്ചത് ദിർഹമൻ വാഹിദൻ മിൻ ദിർഹമൈനി, 2 നാണയത്തുണ്ടിൽ ഒരു നാണയത്തുണ്ടാണ് ആൾ കൊടുത്തത്. ലാ യംലികു ഗൈറഹുമ, ഇയാൾക്കാണെങ്കിൽ ഈ നാണയത്തുണ്ട് 2 എണ്ണമല്ല മറ്റത് കിട്ടിയിട്ടില്ല. കൊടുത്തത് ത്വയ്യിബത്തൻ ബിഹി നഫ്സ, തന്റെ നഫ്സിനെ അതുകൊണ്ട് ശുദ്ധമാക്കിയിട്ട് കൊടുത്തത്, ആത്മാർത്ഥമായി കൊടുത്തു. ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്താൽ സ്വാര സാഹിബു ദിർഹമിൽ വാഹിദി, ഒരു വെള്ളി നാണയം കൊണ്ടോ ഒരു സ്വർണ്ണ നാണയം കൊണ്ടോ ധർമ്മം ചെയ്ത വ്യക്തി, അയാൾ അഫ്ളല മിൻ സാഹിബി മിഅത്തി അൽഫി ദിർഹം, 1,00,000 ഉടമസ്ഥൻ നാണയം കൊടുത്തു. 1,00,000 നാണയം ഉടമസ്ഥൻ കൊടുത്തു. ആ ഉടമസ്ഥനേക്കാൾ ശ്രേഷ്ഠയുള്ളവൻ ആരാണ്? ഈ ഒരു നാണയത്തുണ്ട് കൊടുത്തവനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പാവങ്ങൾക്കാണ് ഇതിലൊക്കെ, ഫക്കീർ മിസ്കിൻ, ഇവർക്കാണ് ഇതൊക്കെ സ്റ്റാൻഡേർഡ് അറിയിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ലഭിച്ചത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞു. പൊരുത്തോ ഞാൻ പറയുന്നു, ഈ പറഞ്ഞതിനെ നബിന്റെ വാക്ക് ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്ത്? സബഖ ദിർഹമുൻ മിഅത അൽഫി ദിർഹമിൻ, 1,00,000 ദിർഹമിന് ഒരു നാണയത്തുണ്ട് മുൻകടന്നു പോയി, മുന്നിലാണ് അതുള്ളത്. അൽ ഹദീസ് അഖ്റജഹു അൽ ഇമാം അബു അബ്ദുറഹ്മാൻ ഇബ്നു നസായി ഫീ സുനനിഹി, തന്റെ സുനനിൽ അബു അബ്ദുറഹ്മാൻ ഇബ്നു നസായി എന്നവർ ഈ പറഞ്ഞ ഹദീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഫുഖറാ മസാഖീമാർക്കുള്ള സ്ഥാനമാനങ്ങൾ. നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കുക, ക്ലാസ് നമുക്ക് എടുക്കാം, ഇത് മനസ്സിലാക്കാൻ പറയാം. ലെഫ്റ്റ് അടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ഞാന് ലെഫ്റ്റ് അടിച്ച് പോകണല് പോയിക്കൂടെ എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ മദ്രസിലും പള്ളിയിലൊക്കെ ഉപദേശിക്കുന്നവരും ക്ലാസ് എടുക്കുന്നവരുമാണ്. അങ്ങനെ എടുക്കുന്ന സന്ദർഭത്തിൽ നിന്ന് അയാൾ ആ ഭാഗം ശ്രദ്ധിക്കാതെ കൂട്ടിച്ചു പോയാൽ എങ്ങനെ ഉണ്ടാകും? എന്നെ പറ്റിയല്ല, നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഉപദേശിക്കുമ്പോഴും അത് ശ്രവിക്കാതെ മറ്റു പലതും കളിച്ചു നടന്നു ഒന്നുമില്ലാതെ പോകുന്നവരെന്തായിരിക്കും? അങ്ങനെ ഒരു അവസ്ഥ വരുത്താതെ ഈ സാധുവായ എന്നെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു. വല്ല ഇൽമും ആർക്കും ഉപകരിക്കട്ടെ വിചാരിച്ച് മാത്രമാണ് നമ്മൾ എടുത്തത്. അതോടൊപ്പം തന്നെ സംശയകാർ നിവാരണം നടത്തുകയാണെങ്കിൽ അതിന് മറുപടി ഉണ്ടാവുമല്ലോ. ഒരാൾ വന്ന് PM കാര്യമായ ചോദിച്ചു, അതിന്റെ മറുപടി കൊടുത്ത് റെഡിയാക്കി. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ നിങ്ങളോട് 10,000 തരും അല്ലെങ്കിൽ 1,00,000 തരും സാമ്പത്തികമായി ഒന്നും ചോദിക്കണില്ല. ചോദിക്കാത്തവരങ്ങ് തരുന്നവരാണ്, തന്നാ വാങ്ങും, ചോദിച്ചു വാങ്ങുന്നില്ല. അങ്ങനെ ഓരോരുത്തരും നമുക്ക് തരാറുണ്ട് ക്ലാസിന്റെ പേര്. ഇപ്പൊ ഒരു വാക്കവിയുണ്ട് ഉസ്താദ്, മൂപ്പര് എന്ത് ചെയ്യുന്നറിയാമോ, എന്നെ കൊണ്ട് തന്നെ ക്ലാസ് എടുപ്പിക്കും. അങ്ങനെ അയാൾ വല്ല വള്ളം കൂടി ഒന്ന് തരും. ഇന്നൊക്കെയാണ് അൽഹംദുലില്ലാഹ് ഖൈറാകുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കോ, ഈ ക്ലാസ്സിൽ കൂടുതൽ പഠിക്കണം. നമുക്ക് അനിവാര്യമായ ഒരു കിതാബും കൂടിയാണ് ഇത് ചർച്ച. അത് ഒരുപാട് ഹദീസിന്റെ ആയത്തിന്റെ ബൈത്തൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പൂർത്തീകരിക്കാനും മുന്നോട്ട് പോകാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.